ഏതോ ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ഖമനേയി പുതിയൊരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ പക്കലുണ്ടായിരുന്ന ഏതാണ്ട് എൻറിച്ച് ചെയ്ത 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 408.6 കിലോഗ്രാം ഉണ്ടായിരുന്നു, 900 പൗണ്ട്. അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല, അത് വേറെ എവിടെയോ ഇറാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ വീണ്ടും ആണവായുധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ ന്യൂക്ലിയർ വാച്ച് ഡോഗായ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ റഫേൽ ഗ്രോസിയാണ്. റഫേൽ ഗ്രോസി അത് പറഞ്ഞത് ഇറാന് വലിയ വിഷമാക്കി. കാരണം ഈ സാധനം ഉണ്ട്, ഇനിയും അവർ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഇനിയും പോയി ഇറാനെ ആക്രമിക്കൂ എന്നുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അതുകൊണ്ട് റഫേൽ ഗ്രോസിയെ കൊല്ലുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നുവെന്ന് അമേരിക്ക പറയുന്നു. അതായത് അമേരിക്ക മാത്രമല്ല, അർജന്റീനയും പറയുന്നുണ്ട്. കാരണം ഗ്രോസിയുടെ നാട് എന്നുള്ള നിലയ്ക്ക് അവരും ഇതിനെ അപലപിച്ചിട്ടുണ്ട്, ഈ ഫത്വയെ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ CBS ചാനലുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ ഫത്വയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാനിലെ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പത്രം ഈ ഗ്രോസിയെ അറസ്റ്റ് ചെയ്തിട്ട് വധിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മാർക്കോ റൂബിയോ ഈ അഭിമുഖത്തിൽ കൂടി വെളിപ്പെടുത്തി. അങ്ങനെയാണ് ഇത് ലോകം അറിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അർജന്റീന ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്താവന, നീണ്ട പ്രസ്താവനയാണ് അർജന്റീന അപലപിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞിട്ടുണ്ട്, ഗ്രോസി ഇറാനിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ഞങ്ങൾ തടഞ്ഞിരിക്കും. ഞങ്ങളുടെ ഒരു ആണവ കേന്ദ്രത്തിലേക്കും അയാളുടെ ക്യാമറയുമായിട്ട് അയാളെ കയറ്റി വിടുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഈ രാജ്യാന്തര ആണവ ഏജൻസിയുടെ ടീം ഇറാനിലുണ്ട്. പക്ഷേ ഈ ടീമിനെ ഒരു സ്ഥലത്തേക്കും പ്രവേശിപ്പിച്ചിട്ടില്ല. ഒരു ആണവ കേന്ദ്രവും നിങ്ങൾ കാണേണ്ടതില്ല, ഞങ്ങൾ കാണിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ്റെ സ്ഥാനപതിയും CBS ഈ ചാനല് റൂബിയോയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ സമ്പുഷ്ടീകരണം തുടരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിരുപാധികം കീഴടങ്ങണം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നിരുപാധികം കീഴടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല. അതെ, നിരുപാധികം കീഴടങ്ങണം, ഞങ്ങൾ തീർന്നു, ഞങ്ങൾ ഇനി ഒന്നിനുമില്ല, തോറ്റേ എന്ന് പറഞ്ഞാൽ മതി. അതെ, നിരുപാധികം കീഴടങ്ങൽ എന്നുള്ളത് ചർച്ചയ്ക്കുള്ളൊരു ഉപാധിയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല, അത് നടക്കില്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അരാക്ചി പറഞ്ഞിരിക്കുന്നത് സ്വന്തം ജോലി എന്താണോ അതിനെ തന്നെ ഒറ്റിക്കൊടുത്ത ഒരാളാണ് ഈ റഫേൽ ഗ്രോസി. അതായത് ഈ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് 2 ദിവസം മുമ്പ് രാജ്യാന്തര ആണവ ഏജൻസിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു. എല്ലാ രാജ്യാന്തര ആണവ നിയമങ്ങളും കരാറുകളും ലംഘിച്ചിരിക്കുന്നു ഇറാൻ എന്നുള്ളത്. കാരണം രാജ്യാന്തര ആണവ ഏജൻസി ഇത്തരം പ്രസ്താവനകൾ വളരെ അപൂർവമായിട്ടേ പുറപ്പെടുവിക്കാറുള്ളൂ. അതായത് ഈ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു വഴിമരുന്നിട്ട് കൊടുത്തു. അങ്ങനെ ഒരു ന്യായം, ജസ്റ്റിഫിക്കേഷൻ ഗ്രോസി ഉണ്ടാക്കി കൊടുത്തു എന്ന് ഇറാൻ ആരോപിക്കുന്നു. കുറേയൊക്കെ അത് ശരിയാണെന്നും തോന്നുന്നുണ്ട്. കാരണം ആ പ്രസ്താവന വന്നു, അപ്പോൾ അതൊരു കാരണമായി, ഒരു ന്യായമായി ആക്രമിക്കാൻ 2 ദിവസം മുമ്പാണ്. അല്ല, IAEA തന്നെയാണ് പറഞ്ഞത് ഇറാൻ്റെ പക്കൽ 9 ബോംബുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ 900 പൗണ്ട് സമ്പുഷ്ടീകരിച്ച 60% മുകളിൽ 87.3% വരെ ആയിട്ടുണ്ട്, 9 ബോംബ് ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഗ്രോസി ഒരു ന്യായം ആക്രമിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഇറാന് ഗ്രോസിയോടുള്ള ദേഷ്യവും വിരോധവും. അപ്പോൾ അർജന്റീന ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ ചെന്നിരിക്കുന്ന ഗ്രോസിയുടെ ടീമിന് ഇറാൻ സുരക്ഷ ഉറപ്പാക്കണം, ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ സംശയമുണ്ട്. ഇറാൻ പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസം ഈ IAEAയുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഈ ഗ്രോസി ഉള്ളിടത്ത് പോയി കൊല്ലാനുള്ള ശ്രമമൊക്കെ ഇവർ നടത്തും. അതൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഫത്വ ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് തന്നെ ഒരാൾ പോകണം എന്ന് പോലും ഇല്ല.
കാരണം റുഷ്ദി ആരൊക്കെ എവിടൊക്കെ കാണുന്നിടത്തൊക്കെ ആക്രമിക്കരുത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വെടിവെച്ചു, എന്നിട്ടാണ് കണ്ണിന്റെ കാഴ്ച പോയത്. അപ്പോൾ ജൂൺ 12-ാം തീയതിയാണ് IAEA ഒരു പ്രമേയം പാസ്സാക്കിയത്. ഈ പറഞ്ഞ യുദ്ധത്തിന് ന്യായമുണ്ടാക്കി കൊടുത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത്. ശനിയാഴ്ചയായിരുന്നു CBS ചാനലുമായിട്ട് അഭിമുഖം. അപ്പോൾ CBSുമായിട്ടുള്ള അഭിമുഖത്തിൽ ഈ റൂബിയോ പറഞ്ഞു, മാർക്കോ റൂബിയോ പറഞ്ഞു ഈ മറ്റേ ഫത്വയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇങ്ങേര് പറഞ്ഞു മാസങ്ങൾക്കകം, ഈ റോസി പറഞ്ഞു വലിയ കുഴപ്പമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല, ആണവ നിലയങ്ങൾക്ക് മാസങ്ങൾക്കകം സമ്പുഷ്ടീകരണം അവർക്ക് ഇനിയും നടത്താൻ സാധിക്കും എന്ന് റോസി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ UN-ലെ ഇറാൻ സ്ഥാനപതി ആമിർ സയ്യിദ് ഫ്രവാനി അയാൾ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല, സമാധാനപരമായ ഊർജ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഈ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ്, നിരുപാധികമായ കീഴടങ്ങൽ ചർച്ചയല്ല, നയം ഇങ്ങോട്ടാരും ഡിക്റ്റേറ്റ് ചെയ്യേണ്ടതില്ല, അടിച്ചേൽപ്പിക്കട്ട, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അങ്ങേര് പറഞ്ഞു ഗ്രോസിക്കെതിരെ ഞങ്ങൾ ഭീഷണിയൊന്നും ഇറക്കിയിട്ടില്ല, ഒരു പരിശോധകനെതിരെയും ഭീഷണിയില്ല, പക്ഷേ ഇസ്രയേലിനെ IAEA സഹായിച്ചിട്ടുണ്ട്, അതൊരു സത്യമാണ്. ഇൻസ്പെക്ടർമാർ ഇപ്പോൾ ഇറാനിലുണ്ട്, അവർക്ക് ആക്സസ് കൊടുക്കുന്നില്ല. അറസ്റ്റ് അപ്പോൾ ഈ CBSന്റെ അവതാരകൻ ചോദിച്ചു, മറ്റേ അവിടെ ഒരു പത്രം പറഞ്ഞല്ലോ നിങ്ങളുടെ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നത്, ഇയാളെ ഗ്രോസിയെ അറസ്റ്റ് ചെയ്തിട്ട് തല വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് നിങ്ങൾ അപലപിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഇറാൻ പത്രം പറഞ്ഞിട്ടുണ്ടെന്ന് റൂബിയോ എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഇതിൽ പറയാനും പറ്റില്ല, ഡിപ്ലോമസിയിലില്ല. ഒരു ചർച്ച ചാനലിന് മുന്നിൽ ഇരുന്നിട്ട് അതെ ഞങ്ങൾ കൊല്ലാൻ പോകാന്ന് പറഞ്ഞാൽ രാജ്യാന്തര വെറുപ്പ്, അത് ഐക്യരാഷ്ട്രസഭയുടെ ന്യൂക്ലിയർ വാച്ച് ഡോഗിൻ്റെ തലവരെ. അതെ, അപ്പോൾ ഈ പാർലമെൻറ്റ് സഹകരിക്കില്ല, അവർ അവരുടെ ഈ രാജ്യാന്തര ആണവ ഏജൻസി അവരുടെ ജോലി അല്ല ചെയ്തത്, അവർ വേറെ ആളുകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുക, അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടിയിട്ടുള്ള ഈ വിടുപണി ആണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇറാന് യുറേനിയം, ഇയാൾ പറഞ്ഞു ഈ UN-ലെ സ്ഥാനപതി, ഇറാന് വേണമെങ്കിൽ യുറേനിയം വേറൊരു രാജ്യത്തേക്ക് മാറ്റാം സമ്പുഷ്ടീകരിച്ചത്, അത് അമേരിക്കയുമായിട്ട് കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കാം അങ്ങനെ വേറൊരു രാജ്യത്തേക്ക് മാറ്റുന്നത്. അത് 20 മുതൽ 60% വരെ സമ്പുഷ്ടീകരിച്ചതൊക്കെ അങ്ങനെ ചെയ്യാം. സമ്പുഷ്ടീകരിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു റെഡ് ലൈനൊന്നുമല്ല. IAEAയുടെ മേൽനോട്ടത്തിൽ ഇറാനിൽ തന്നെയും ഇത് ഞങ്ങൾ സൂക്ഷിക്കാം, അതിനും തയ്യാറാണ്. പക്ഷേ അത് അമേരിക്ക സമ്മതിക്കില്ല, ഇറാനിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് അമേരിക്ക സമ്മതിക്കില്ല, അതുകൊണ്ട് അത് നടപ്പില്ല, ഇപ്പം ചർച്ചയും നടക്കില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഗ്രോസിക്കെതിരെയുള്ള ഈ ഫത്വ പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അല്ല, ഗ്രോസിയുടെ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇറാൻ ഇതിനൊക്കെ ശേഷി ഉടനെ കൈവരിക്കും എന്നൊക്കെ പറഞ്ഞത്, ആ സ്റ്റേറ്റ്മെൻറ്റ് മുതലാക്കിയിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചതും പിന്നാലെ അമേരിക്ക വന്നതും. ഇപ്പോൾ വീണ്ടും ഗ്രോസി പറയുമ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല, അവർക്ക് സാധനമുണ്ട്, 3-4 മാസം അവരുണ്ടാക്കുമെന്ന് IAEA അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയുമ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ 4-5 മാസത്തിനുള്ളിൽ വീണ്ടും ഇറാനെ ആക്രമിക്കേണ്ടതുണ്ട് എന്ന് പറയാതെ പറയുകയാണ് റഫേൽ ഗ്രോസി അങ്ങനെയാണ് പറയുന്നത്. കാരണം ഗ്രോസി ഇപ്പോൾ അഭിമുഖത്തിലും പറഞ്ഞു അവർക്ക് ഇനി ഏതാനും മാസത്തിനകം സമ്പുഷ്ടീകരണം. അപ്പോൾ പിന്നെ ഏതാനും മാസത്തിനുള്ളിൽ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതാനും മാസത്തിനകം എന്നുള്ളത് ഈ മാർക്കോ റൂബിയോയും പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായി. അല്ല, അതുകൊണ്ടാണല്ലോ ഒരു ആക്രമണം നടത്തിയത്. അതെ, ആക്രമണം നടത്തിയപ്പോഴത്തേക്ക് അത് ഫലപ്രദമല്ല എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതെ, അത് ചോർന്നു വന്നതിൽ ട്രംപ് ക്ഷുഭിതനായി. അത് ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെ ഇല്ലെന്ന് ട്രംപ് പറഞ്ഞില്ല. അതെ, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്, പക്ഷെ ശരിയല്ല, അത് തള്ളിക്കളയുക ചെയ്തത്. അതെ, അതുപോലെ മറ്റേ തുൾസി ഗബ്ബാർ ഇറാന്റെ പക്കൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഇറാന് ആണവായുധമൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് മാത്രമുള്ള സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഇല്ലെന്നാണ് തുൾസി ഗബ്ബാർ പറഞ്ഞത്. അതും തള്ളി.
IAEAയുടെ അതായത് റാഫേൽ ഗ്രോസിയെയാണ് ട്രംപ് പ്രധാനമായും തൻ്റെ സുരക്ഷാ ഏജൻസികളെക്കാളും വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ സഹായിക്കണമായിരുന്നു അമേരിക്കയ്ക്ക്. അതുപോലെ തന്നെ ഇത് ആക്രമിക്കുകയും ചെയ്യേണ്ടിയിരുന്നു ഈ ഫോർദോ, നദാൻസ് ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾ. അപ്പോൾ ഇറാന്റെ ആരോപണത്തിൽ കുറച്ച് കഴമ്പുണ്ട് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ആക്രമിക്കാനൊരു ന്യായം കൊടുത്തു. അങ്ങനെ ജൂൺ 12-ാം തീയതി പ്രമേയം. വേറെ കാര്യമുണ്ട്, ഗ്രോസി പറയുന്നത് ശരിയാണെങ്കിലോ? ഗ്രോസി പറയുന്നതും ശരിയാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതാനും മാസത്തിനകം അവർക്ക് സമ്പുഷ്ടി. കാരണം അതിൻ്റെ എല്ലാ രാജ്യങ്ങൾക്കും ആണവായുധം ഉണ്ടാക്കാം, ഇറാന് മാത്രം പറ്റില്ലേ എന്നൊരു ചോദ്യം സാങ്കല്പിക ചോദ്യമാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇല്ല, അതിനുള്ള ടെക്നോളജി ഇല്ല. ഇറാൻ ഉണ്ടാക്കരുതെന്ന് പറയാൻ കാരണം ഇറാൻ ഈ പറയുന്ന പോലെ പ്രോക്സികളെ ലോകത്തിൻ്റെ പല ഭാഗത്തും വിന്യസിച്ച് അവരെ കൊണ്ട് ആക്രമണം നടത്തുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് അണവായുധം വന്ന ഈ പറഞ്ഞ പ്രോക്സികളുടെ കയ്യിലെത്തും, ഹൂത്തിയുടെ കയ്യിലും ഹിസ്ബുള്ളയുടെ കയ്യിലും ഹമാസിന്റെ കയ്യിൽ എത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ്. മൊത്തത്തിൽ ഇസ്ലാമിക ബോംബിനെ പറ്റി തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒക്കെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അത് ആരുടെ കയ്യിലെത്തും എന്നുള്ളതിനെ പറ്റി. കാരണം എന്താ, പാകിസ്ഥാനിലിരിക്കുന്നത് അമേരിക്കയുടെ ബോംബായതുകൊണ്ട് ആ പേടിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.